ഹലോ വെൽക്കം ബാക്ക് ടു കാത്തു സ്പേസി ബുള്ളറ്റ്. എല്ലാവർക്കും നമസ്കാരം. ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സിൻ്റെ 24ാമത്തെ ക്ലാസ്സാണ് ഇന്ന് എടുക്കുന്നത്. ഇന്നും 10 ചോദ്യങ്ങളാണ് എടുക്കാൻ പോകുന്നത്. വളരെയധികം പ്രധാനപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ ക്ലാസ് കഴിയുന്തോറും പ്രീവിയസ് ആയിട്ട് എടുത്തിട്ടുള്ള ക്ലാസ്സുകൾ മറന്നു പോകാണ്ടിരിക്കുക. നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മറച്ചു നോക്കുക കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. അല്ലെങ്കിൽ നമ്മൾ ഓരോ ദിവസം കഴിയുന്തോറും പിന്നെയും മറന്നു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, മണിപ്പൂർ കലാപം അന്വേഷിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് നിയോഗിച്ച 3-അംഗ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ്? മണിപ്പൂരിലെ കലാപത്തെക്കുറിച്ചൊക്കെ കേട്ട് കാണും. അപ്പോൾ അത് അന്വേഷിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് നിയമിച്ച 3-അംഗ കമ്മീഷൻ്റെ അധ്യക്ഷൻ ജസ്റ്റിസ് അജയ് ലാംബയാണ്. ഓക്കെ, ജസ്റ്റിസ് അജയ് ലാംബ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദുരന്ത നിവാരണത്തിന് കുട്ടികൾക്ക് പരിശീലനം നൽകുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് സജ്ജം. ദുരന്ത നിവാരണത്തിന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് സജ്ജമാക്കുന്നത്. ഓക്കെ, സജ്ജമാണ്, അങ്ങനെ വെച്ച് കണക്ട് ചെയ്താൽ മതി. കുടുംബശ്രീയുടെ പദ്ധതിയാണ് കേട്ടോ. ദുരന്ത നിവാരണത്തിനായിട്ട് കുട്ടികളെ സജ്ജമാക്കുക, അങ്ങനെ ആലോചിച്ചാൽ മതി. സജ്ജം പദ്ധതിയാണ് കേട്ടോ. മൂന്നാമത്തെ ചോദ്യം, വിദഗ്ധ അർദ്ധവിദഗ്ധ തൊഴിലാളികളുടെ കുറവ് പരിഹരിക്കുന്നതിന് സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തിലും കേരള സർക്കാർ രൂപീകരിക്കുന്ന ലേബർ ബാങ്കാണ് മികവ്. ഓക്കെ, അതായത് വിദഗ്ധരായിട്ടുള്ളതും അർദ്ധവിദഗ്ധരായിട്ടുള്ള തൊഴിലാളികളുടെ കുറവിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലും, പഞ്ചായത്തുകളിലാണ് കേരള സർക്കാർ രൂപീകരിക്കുന്ന ഒരു ലേബർ ബാങ്കാണ് മികവ്. നാലാമത്തെ ചോദ്യം, സംസ്ഥാനത്തെ ക്ഷീരകർഷകർക്കുള്ള സമഗ്ര ഇൻഷുറൻസ് പദ്ധതിയാണ് ക്ഷീരസാന്ത്വനം. സംസ്ഥാനത്തെ ക്ഷീരകർഷകർക്കുള്ള സമഗ്ര ഇൻഷുറൻസ് പദ്ധതി ക്ഷീരസാന്ത്വനം. 7th ക്വസ്റ്റ്യൻ ആണ്, കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ഭാഗ്യചിഹ്നമായി തിരഞ്ഞെടുക്കപ്പെട്ടത് പച്ചക്കുതിരയാണ്. പച്ചക്കുതിര, ആ ഒരു പച്ചക്കുതിരയാണ് നമ്മുടെ കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ഭാഗ്യചിഹ്നമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഈ പച്ചക്കുതിരയൊക്കെ നമ്മുടെ മേത്ത് വന്നിരുന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഭാഗ്യമാണ്, നല്ലതാണ് എന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ടാവും അല്ലേ പ്രായമുള്ളവരൊക്കെ. അപ്പോൾ അങ്ങനെ വെച്ച് കണക്ട് ചെയ്താൽ മതി കേട്ടോ. 6ാമത്തെ ചോദ്യം, ഈയിടെ നീതി ആയോഗ് പുറത്തുവിട്ട സൂചിക പ്രകാരം ദരിദ്രരില്ലാത്ത ഇന്ത്യയിലെ ഏക ജില്ല എറണാകുളമാണ്. എറണാകുളം എന്ന് പറയുമ്പോൾ നമുക്കൊരു സിറ്റി അങ്ങനൊരു ഇതാണ് അല്ലേ. അതുപോലെ തന്നെ അങ്ങനെ തെരുവ് അങ്ങനെയുള്ള രീതിയിലൊക്കെ നോക്കുമ്പോൾ എപ്പോഴും ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു ഏരിയ ആണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഈയിടെ നീതി ആയോഗ് പുറത്തുവിട്ട സൂചിക പ്രകാരം ദരിദ്രരില്ലാത്ത ഇന്ത്യയിലെ ഏക ജില്ല എന്ന് പറയുന്നത് ഏതാണ്? എറണാകുളം ജില്ലയാണ്. ഇന്ത്യയിലെ തന്നെയാണ് കേട്ടോ, ശ്രദ്ധിക്കുക. 7th ക്വസ്റ്റ്യൻ ആണ്, നീതി ആയോഗ് പുറത്തുവിട്ട സൂചിക പ്രകാരം ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഒന്നാമത് കേരളമാണ്. എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നീതി ആയോഗ് പുറത്തുവിട്ട സൂചിക പ്രകാരം ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനം ആർക്കാണ്? നമ്മുടെ കേരളത്തിനാണ്. 8ാമത്തെ ചോദ്യം, ദേശീയപാത അതോറിറ്റിയുടെ കീഴിൽ രാജ്യത്തെ ഏറ്റവും വലിയ ആകാശപാത നിലവിൽ വരുന്നത് കൊച്ചിയിലാണ്. അപ്പോൾ ഈ കൊച്ചി എന്നൊക്കെ പറയുന്നത് എറണാകുളമാണ് അല്ലേ. അപ്പോൾ എന്താണ്, കൂടുതലും ഡെവലപ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് അവിടെയാണ്. അപ്പോൾ ദേശീയപാത അതോറിറ്റിയുടെ കീഴിൽ രാജ്യത്തെ ഏറ്റവും വലിയ ആകാശപാത നിലവിൽ വരുന്നത് എവിടെയാണ്? കൊച്ചിയിലാണ്. അടുത്ത ചോദ്യം, നീതിപാതയിലെ ധീരവനിത എന്നത് ആരെക്കുറിച്ചുള്ള സമഗ്രമായ ഡോക്യുമെൻ്ററിയാണ്? ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ ഡോക്യുമെൻ്ററിയാണ് കേട്ടോ. ഫാത്തിമ ബീവിയെ കുറിച്ചിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററിയാണ് നീതിപാതയിലെ ധീരവനിത. 10ാമത്തെ ചോദ്യമാണ്, രേഖകൾ എന്നത് ഏത് പ്രശസ്ത ചിത്രകാരൻ്റെ ആത്മകഥയാണ്? ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ആത്മകഥയാണ് രേഖകൾ. ആർട്ടിസ്റ്റ് നമ്പൂതിരി. KM വാസുദേവൻ നമ്പൂതിരി എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് കേട്ടോ, അങ്ങനെയും ചോദിക്കാം. അപ്പോൾ ആർട്ടിസ്റ്റ് നമ്പൂതിരി എന്ന് പറയുന്നത് KM വാസുദേവൻ നമ്പൂതിരിയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് രേഖകൾ. അപ്പോൾ ഈ റീസെൻ്റായിട്ട് മരിച്ചവരുടെയൊക്കെ കാര്യങ്ങൾ ഇത്തിരി കൂടി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.